അതിവിടയം അഥവാ അതിവിഷ. ആയുർവേദത്തിൽ സപ്തോപവിഷദ്രവ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അതിവിടയം താഴ്വരകളിലും ഹിമാലയ പർവ്വത നിരകളിലുമാണ് പ്രധാനമായും കണ്ടുവരുന്നത്. സംസ്കൃതത്തിൽ അതിവിഷ, കാശ്മീര, അരണ്യ, പ്രതിവിഷ, വിഷരൂപ, ശൃംഖികം, മഹാൌഷധ ശേജവാച എന്നീ പേരുകളിൽ അതിവിടയം അറിയപ്പെടുന്നു. ആക്നോനൈറ്റ് എന്നാണ് അതിവിടയത്തിന്റെ ഇംഗ്ലീഷ് നാമം. റാൻകുലോസി എന്ന സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന അംഗമാണ് അതിവിടയം. അതിവിടയത്തിന്റെ ശാസ്ത്രനാമം എന്നത് ആക്കോണിം, അതായത് അക്കോണിറ്റിം ഹെട്രോപീലിയം വാൾ എന്നാണ്. ആയുർവേദ വിദഗ്ധന്മാർ ഈ സസ്യത്തിന്റെ നിറഭേദം കണക്കിലെടുത്ത് ശ്വേത, രക്ത, കൃഷ്ണ എന്നിങ്ങനെ 3 വിധത്തിലുണ്ടെന്ന് കണക്കാക്കിയിരിക്കുന്നു. ഈ വിഭാഗത്തിൽ കൃഷ്ണ അഥവാ കറുത്ത വർണ്ണത്തിലുള്ള അതിവിടയത്തിലാണ് അധികം വിഷാംശമുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. അതിവിടയം ഒരേ സമയം വിഷവും അതേസമയം ഔഷധവുമായതുകൊണ്ട് അതിവിഷ എന്നും അമൃത എന്നും ആയുർവേദം വിശേഷിപ്പിക്കുന്നു. സർവദോഷകരമായ ഔഷധമായാണ് അതിവിടയത്തെ ചരകൻ വിശേഷിപ്പിക്കുന്നത്. ചില അവസരങ്ങളിൽ ഈ സസ്യം പടർന്നു വളരുന്നതായി കണ്ടുവരുന്നു. എങ്കിലും 1/2 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ചിരസ്ഥായി കുറ്റിച്ചെടിയാണ് അതിവിടയം. അതിവിടയത്തിന്റെ പൂക്കൾ പച്ച കലർന്ന നീലനിറത്തിലോ നീലനിറത്തിൽ മാത്രമായോ കണ്ടുവരുന്നു. അതിവിടയത്തിന്റെ പുഷ്പത്തിന്റെ ഒരു ബാഹ്യതാളം വരെ വലുതാണ്. കിഴങ്ങ് രൂപത്തിലുള്ള 2 മുഖ്യ വേരുകൾ അതിവിടയത്തിനുണ്ട്. ഇതിന്റെ കിഴങ്ങുവേരിന് തീരക്തസമാണുള്ളത്. അതിവിടയത്തിന്റെ കിഴങ്ങാണ് പ്രധാനമായും ഔഷധമായി ഉപയോഗിക്കുന്നത്. രസമാണെങ്കിൽ തിക്തം, കടു, ഗുണമാണെങ്കിൽ ലഘു, രൂക്ഷം, വീര്യമാണെങ്കിൽ ഉഷ്ണം, വിഭാഗം, കടു എന്നീ പ്രകാരത്തിലാണ് അതിവിടയത്തിന്റെ ആയുർവേദത്തിലുള്ള രാസാദി ഗുണങ്ങൾ. രാസഘടകങ്ങൾ നോക്കിയാൽ ഇതിന്റെ കിഴങ്ങിൽ അന്നജം, കൊഴുപ്പ്, പഞ്ചസാര, ടാനിക് അമ്ലം, ഗ്ലിസറൈഡുകൾ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ആൽക്കലോയിഡുകളായ ഹൈറ്റോഫോറിൻ, ആക്കണോറ്റിൻ എന്നിവയും ഈ സസ്യത്തിലുണ്ട്. ഔഷധ ഗുണങ്ങൾ നോക്കിയാൽ അതിവിടയം കഫം, പിത്തം എന്നിവയ്ക്ക് വളരെ ഹിതകരമാണ്. അതിസാരം ഇല്ലാതാക്കുന്നതിനും അതിവിടയത്തിന് കഴിവുണ്ട്. ഇതിന്റെ ഔഷധ പ്രയോഗം ജ്വരത്തെ ശമിപ്പിക്കും. അതിവിടയം അഗ്നിമാന്ദ്യത്തെ അകറ്റും. വിഷശമനത്തിന് അതിവിടയം വളരെ ഉത്തമമാണ്. അർഷസ് ശമിപ്പിക്കുവാൻ ഇതിന് കഴിവുണ്ട്. കൂടാതെ ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുവാനും അതിവിടയം ഉത്തമമാണ്. ഇത് വിരനാശിനിയാണ്. ഔഷധ പ്രയോഗങ്ങൾ നോക്കിയാൽ അതിസാര ശമനത്തിന് അതിവിടയം ഉപയോഗിക്കുന്നു. ശുദ്ധി ചെയ്ത അതിവിടയം, തിപ്പലി, മുത്തങ്ങ ഇവ സംചേർന്ന് പൊടിച്ച് 4 ഡെസിഗ്രാം വീതം ദിവസേന 3 നേരം എന്ന കണക്കിന് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ജ്വരം, അതിസാരം, ദഹനക്കേട് ഇവ പൂർണ്ണമായും ശമിപ്പിക്കുന്നതിന് സഹായിക്കും. അതിസാര ശമനത്തിന് അതിവിടയം വളരെ വിശേഷമാണ്. അതിവിടക്കിഴങ്ങ് അരിഞ്ഞെടുത്ത് ഗോമൂത്രത്തിൽ ഒരു രാത്രി വയ്ക്കുക. ഇത് ഉണക്കിപ്പൊടിച്ച് 4 ഡെസിഗ്രാം വീതം ദിനം പ്രതി 3 നേരം വീതം സേവിച്ചാൽ ആമാതിസാരം, അതിസാരം, ജ്വരാതിസാരം ഇവ ശമിപ്പിക്കുന്നതിന് ഉത്തമമാണ്. ദുർമദസ് ഇല്ലാതാക്കുവാൻ അതിവിടയം വളരെ ഉത്തമമാണ്. ഉണക്കിപ്പൊടിച്ച അതിവിടങ്ങിയ കിഴങ്ങിന്റെ പൊടി പച്ചവെള്ളത്തിൽ പതിവായി കഴിക്കുന്നത് ദുർമേധസ്, അതിസ്തൗഫല്യം എന്നീ മാറിക്കിട്ടുന്നതിന് വളരെ നല്ല ഫലം തരുന്നതാണ്. കുട്ടികൾക്കുണ്ടാകുന്ന ചുമ, ശ്വാസതടസ്സം എന്നിവയ്ക്ക് അതിവിടയം മികച്ച ഔഷധമാണ്. ഈ രോഗങ്ങൾക്ക് അതിവിടയം ശുദ്ധിയാക്കിയ ശേഷം 1/2 ഗ്രാം വീതം തേനിൽ ചേർത്ത് നൽകുന്നത് രോഗശമനത്തിന് വളരെ നല്ല പ്രതിവിധിയാണ്.